തൃശൂർ പെരിങ്ങോട്ടുകരയിൽ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിലേക്കാണ് സ്ഫോടക വസ്തു എറിഞ്ഞത്. ഇപ്പോൾ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിലേക്കാണ് സ്ഫോടക വസ്തു എറിഞ്ഞിരിക്കുന്നത്. അപകടത്തിൽ ആർക്കെങ്കിലും പരിക്കുണ്ടോ? എപ്പോഴായിരുന്നു സംഭവം? ഇന്ന് വൈകിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. പെരിങ്ങോട്ടുകര കരുവാങ്കുളത്താണ് ഈ വീടുള്ളത്. ഈ വീടിന് നേരെയാണ് സ്ഫോടക വസ്തു എറിഞ്ഞത്. കരുവാങ്കുളം ഗുരുജി റോഡിന്റെ അവിടെയുള്ള ബിജു എന്ന് പറയുന്ന ആളുടെ വീടിന് നേരെയാണ് ഈ സംഘം ബൈക്കിലെത്തിയ മൂന്നംഗ സംഘം സ്ഫോടക വസ്തു എറിഞ്ഞത്. ഈ ഉഗ്ര ശബ്ദത്തോടെ ഈ സ്ഫോടക വസ്തു വീടിന് മുന്നിൽ വീണ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. പൊട്ടിത്തെറിച്ചതിന്റെ അവശിഷ്ടങ്ങളെല്ലാം ആ ദൃശ്യങ്ങളിൽ കാണാം. എന്ത് തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളാണ് എറിഞ്ഞതെന്ന് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ടില്ല. എന്തായാലും പെരിങ്ങോട്ട് കരയ്ക്ക് അടുത്താണ് ഈ സംഭവം ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ വീട്ടില് ബിജുവിന്റെ അമ്മയും അതുപോലെ തന്നെ ഭാര്യയും വിദ്യാർത്ഥികളായ 4 പെൺമക്കളുമാണ് ഉള്ളതെന്നാണ് പറയുന്നത്. ഈ സമയത്തായിരുന്നു ഇത്തരത്തിൽ ബൈക്കിൽ വന്ന ആളുകൾ മൂന്നംഗ സംഘം ഇത്തരത്തിൽ സ്ഫോടക വസ്തു എറിഞ്ഞത്. ഈ എറിഞ്ഞത് ബോംബാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളാണോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും വീടിന് കാര്യമായ നാശനഷ്ടങ്ങളോ പരിക്കുകളോ ആളുകൾക്ക് പരിക്കുകളോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ കൂടിയിട്ടും ഈ ഇത് പുറത്ത് വീണത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ ആർക്കും ഒരു അപകടം സംഭവിക്കുന്നത്. നേരെ മറിച്ച് വീടിനകത്തേക്കും മറ്റോ പോയിരുന്നെങ്കിൽ ആളപായം പോലും ഉണ്ടാകുമായിരുന്നു. അത്രയും വലിയ ശബ്ദത്തോടെയാണ് ഇത് പൊട്ടിത്തെറിച്ചതെന്നാണ് പറയുന്നത്. എന്ത് തരത്തിലുള്ള സ്ഫോടക വസ്തുവാണെന്ന് മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവരുടെ വീടിന് നേരെ ഇത്തരം ഒരു ആക്രമണം അഴിച്ചാനുള്ള കാരണം എന്താണെന്നും വീട്ടുകാർക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും പോലീസ് അതുമായി ബന്ധപ്പെട്ട് ഉള്ള മൊഴി കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. ആരെങ്കിലും തരത്തിലുള്ള ശത്രുതകളുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്തിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വൃന്ദ. വ്യക്തമാണ്. അനീഷ് ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത്.